ആത്മസ്നാനം. ഇപ്പൊ ചിലര് പറയാറുണ്ട്, രക്ഷിക്കപ്പെടുന്ന നാളിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരും. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരുവൻ രക്ഷിക്കപ്പെടാൻ ഒരുവന് സാധ്യമല്ല. അത് വാസ്തവമാണ്. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കരമനുഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം ദയവായി വായിച്ചിട്ട്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നോക്കിക്കേ, ക്രിസ്തുയേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ എന്താണ്? വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വസിക്കാത്ത ഒറ്റയാൾ പോലും ദൈവവിശ്വാസിയാണെന്ന് പറയാൻ കഴിയുകയില്ല. ഒരു വിശ്വാസിയാണെങ്കിൽ, ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന ക്രിസ്തു വിശ്വാസിയുടെ മേൽ വസിക്കുന്നു. അതിനൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ ഒരു വലിയൊരു ദൈവത്തിന്റെ ആത്മാവ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ആത്മാവ് വസിക്കാൻ ദൈവം എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു. അതെത്ര വലിയ ഭാഗ്യവാൻ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനിലാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടു, അങ്ങനല്ലേ? യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിച്ചപ്പോൾ വിശ്വസിച്ചവൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നു. അത്രയും മനസ്സിലായല്ലോ. എപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെടുന്നോ, രക്ഷിക്കപ്പെടുന്ന ടൈം തൊട്ട് ആ സമയം മുതൽ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ടവനിൽ വസിക്കുകയാണ്. ചേർന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവ്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിച്ചു. അത് ഭൂതമോ അശുദ്ധാത്മാവോ പൈശാചിക ശക്തികളോ അല്ല. രക്ഷിക്കപ്പെട്ടവനിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. സാക്ഷാൽ ദൈവത്തിന്റെ ആത്മാവ് ഓരോ ദൈവ പൈതലിലും ഇറങ്ങി വസിക്കുകയാണ്. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആ കരമൊന്ന് ഉയർത്തി യേശുവിനൊന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്തിട്ട്. പക്ഷെ ഇവിടെ പറയുന്ന സ്നാനത്താൽ, അപ്പൊ ആത്മസ്നാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്ന നാളിൽ ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് വരുന്നതിനെ അല്ല. മനസ്സിലാവുന്നോ? രക്ഷിക്കപ്പെടുന്ന നാളിൽ പരിശുദ്ധാത്മാവ് ഓൾറെഡി എന്ത് ചെയ്തു? ഒരു വ്യക്തിയിലേക്ക്, ഒരു വിശ്വാസിയിലേക്ക് വന്നു. പക്ഷെ ആത്മസ്നാനം എന്ന് പറയുന്നത്, ആത്മസ്നാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന നാളിൽ പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ വരുന്നതിനെ അല്ല. പിന്നെന്താണ്? വചനം തരാം, നമുക്ക് എന്നിട്ട് വായിക്കാം. കർത്താവിനെ കരമുയർത്തി സ്തുതിക്കാമെങ്കിൽ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നമുക്കത് യേശു ക്രിസ്തുവിൽ തുടങ്ങി ചില കാര്യങ്ങളാ ചിന്തിക്കാൻ പോകുന്നു. പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് വളരെയധികം ആഗ്രഹിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കർത്താവേ, അവിടുത്തെ ആത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണം.
ആത്മസ്നാനത്താൽ എന്നെ നിറയ്ക്കണമെന്ന് ഓരോ ദൈവമക്കളും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്ന അതിപ്രധാനമായൊരു കാര്യമാണ്. കർത്താവ് ആഗ്രഹിക്കുന്നവരെ നിറയ്ക്കാൻ കർത്താവ് ഇന്നും മതിയായ ദൈവമാണ്. അക്കാര്യങ്ങൾ ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞിട്ടൊന്ന് പറഞ്ഞോ, ആത്മാർത്ഥതയോടെ ദൈവത്തോടൊന്ന് പറഞ്ഞോ, എന്നെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ.